നമസ്കാരം. പണ്ട് കാലങ്ങളിൽ വീടുകളിലെ നിത്യ സന്ദർശകരായിരുന്നു കക്കകൾ. ഇപ്പോഴും നഗരങ്ങൾ വിട്ടാൽ നാട്ടിൻപുറങ്ങളിൽ അതിരാവിലെ വീട്ടുമുറ്റത്ത് കൃത്യമായി വന്നെത്തുന്ന പക്ഷികൾ കൂടിയാണ് കക്ക. കാക്കകളും പക്ഷികളുമെല്ലാം വീടിന്റെ മുറ്റത്തെ മരങ്ങളിലെല്ലാം വന്നിരുന്ന് പലവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുമുണ്ട്. പക്ഷേ ജ്യോതിഷത്തിൽ ഇതെല്ലാം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാകുന്നു. ചില പക്ഷികളും ജീവികളുമെല്ലാം വീടുകളിലേക്ക് വന്നെത്തുന്നത് ചില സൂചനകളും ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. ജ്യോതിഷപ്രകാരം അപ്രകാരമാണ് പരാമർശിക്കുന്നത്. നല്ലതോ ചീത്തയോ ആയ ചില സന്ദേശങ്ങൾ ഇത്തരത്തിലുള്ള ജീവികളുടെ ദർശനം മൂലം നിങ്ങൾക്ക് ഫലമായി വന്ന് ചേരാവുന്നതുമാണ്. ഒരു വീട്ടിൽ മരണം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ വന്ന് ചേരുന്നതിന് മുൻപ് ലഭിക്കുന്നതായ ചില സൂചനകൾ കാക്കകളായി തന്നെ നൽകുന്നതാണ്. ഈ സൂചനകൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ ലക്ഷണം രാത്രി കാക്കകൾ വന്ന് കരയുന്നു എന്നതാണ്. നിത്യവും ഇപ്രകാരം കരയുകയും നിങ്ങളുടെ വീടിന് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ട് ഇപ്രകാരം കരയുകയാണ് എങ്കിൽ അത് ദോഷകരമായ ഒരു ലക്ഷണമാകുന്നു. ഇപ്രകാരം അടുപ്പിച്ച് സംഭവിക്കുന്നത് മഹാമാരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനോ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് മരണദുഃഖമോ മരണതുല്യമായ ദുഃഖമോ വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാകുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള ചില വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും മറ്റും ഇത്തരം ദോഷകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊന്ന് തലയില്ലാത്ത തെങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഇപ്രകാരമുള്ള തെങ്ങുകളിൽ ഇരുന്ന് കാക്ക കരയുന്നത് അതീവ ദോഷകരമായാണ് കണക്കാക്കുന്നത്. ഇപ്രകാരം കാക്ക ചെയ്യുകയാണ് എങ്കിൽ ഫലമായി പരാമർശിക്കുന്നത് ഉടനെ പുല കുളിക്കുവാൻ യോഗമുണ്ട് എന്നാണ്. അതിനാൽ അത് ശുഭകരമായ ഒരു കാര്യമല്ല. യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ ആ യാത്ര നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷകരമായി തന്നെ ഭവിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ യാത്രയുമായി ബന്ധപ്പെട്ട അനുകൂലമല്ലാത്തതായ കാര്യങ്ങൾ അല്ലെങ്കിൽ പലവിധ തടസ്സങ്ങൾ, അപകട സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ജീവനില്ലാതെ പറമ്പിൽ കിടക്കുന്നതായി കാണുന്നത്, അതായത് ചേതനയേറ്റ കാക്കയുടെ ശരീരം കിടക്കുന്നത് ദോഷകരമായ ഒരു കാര്യമാകുന്നു. പ്രധാനമായും 2 കാര്യങ്ങളാണ് പരാമർശിക്കുവാൻ സാധിക്കുക. അതിൽ ആദ്യത്തേത് കൂടോത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൂടോത്രം നെഗറ്റീവായ ഊർജം ആ വീടുകളിൽ ആ പറമ്പിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കൂടാതെ ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. അതിനാൽ കാര്യങ്ങൾ അനുകൂലമല്ല എന്നതാണ് വാസ്തവം. പ്രധാന വാതിലിലൂടെ കാക്ക അകത്തേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായ കാര്യമാകുന്നു. കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ, അതായത് വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ് എങ്കിൽ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാകുന്നു. അതിനാൽ ശനിദോഷവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലം അല്ലാതെയാകാം. പല കാരണങ്ങൾ കൊണ്ടും കാര്യങ്ങൾ അകന്ന് പോകുന്നതായ സാഹചര്യം വന്നു ചേരാം. പൂജാമുറിയുടെ അടുത്തേക്ക് എത്തുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുന്നു. കുടുംബത്തിലെ ആ ഒരു വ്യക്തിക്ക് ശനിദോഷം ആരംഭിച്ചിരിക്കുന്നതിനാൽ തന്നെ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയായി മാറും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് അത് കാരണമാവുകയും ചെയ്യുന്നതാണ്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിനും നിങ്ങൾ വളരെ വലിയ പ്രാധാന്യം നൽകുക. ഒരു വ്യക്തിയുടെ കട്ടിലിൽ വന്ന് കാക്ക ഇരിക്കുന്നത് അതീവ ദോഷകരമായാണ് കണക്കാക്കുന്നത്.
പ്രത്യേകിച്ചും ഇപ്രകാരം സംഭവിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് ആയുസ് കുറയുന്നു, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം ദോഷകരമായി വന്ന് ഭവിക്കുവാൻ പോകുന്നു, പലവിധ പരീക്ഷണങ്ങളെയും തരണം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ, അത് ബിസിനസ് പരമോ തൊഴിൽപരമോ അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതിനാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ശനിപ്രീതി വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നാണ് പറയുക. അസമയത്ത് അല്ലെങ്കിൽ ത്രിസന്ധ്യാ സമയത്ത് നിർത്താതെ കാക്ക കരയുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ്. ഇങ്ങനെ തുടർന്നും ആവർത്തിക്കുന്നതാണ് ഏറ്റവും ദോഷകരമായി പരാമർശിക്കുന്നത്. പ്രത്യേകിച്ചും തെക്ക് വശത്താണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമാണ്. ആ ഗൃഹനാഥന് അല്ലെങ്കിൽ ഗൃഹനാഥയുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ആ വീടുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ദോഷകരമായി ഭവിക്കാം എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഈ ഒരു ലക്ഷണം അതീവ ദോഷകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. കാക്കയ്ക്ക് നിങ്ങൾ ആഹാരം നൽകുന്നതാണ്. കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ കാക്ക നിങ്ങൾ നൽകുന്നതായ ആഹാരം സ്വീകരിക്കാതെ ഇരിക്കുകയും നീങ്ങിയിരുന്ന് കരയുകയുമാണ് എങ്കിൽ, ഇപ്രകാരം പല ആവർത്തി സംഭവിക്കുന്നു എങ്കിൽ അത് ദോഷകരമാണ്. പ്രത്യേകിച്ചും ആ വീടുകളിൽ പിതൃദോഷമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. പല കാര്യങ്ങളിലും തിരിച്ചടികൾ നേരിടാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഇനി പരാമർശിക്കാൻ പോകുന്നത് നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടാണ്. ഭരണി, കാർത്തിക, തിരുവാതിര, ആയില്യം, തൃക്കേട്ട, പൂരം, പൂരാടം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരുടെ ശരീരത്തിൽ കാക്ക കാഷ്ടിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായ ഒരു കാര്യമാകുന്നു. അശുഭവും വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ, പ്രധാനമായും പല വിധത്തിലുള്ള തിരിച്ചടികൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ പോലും വിപരീതമാകുന്ന സാഹചര്യം, പല കാര്യങ്ങൾ കൊണ്ടും പ്രതീക്ഷ നഷ്ടമാകുന്നതായ സാഹചര്യങ്ങൾ, ദുഃഖ ദുരിതങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ, അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ വന്നു ചേരേണ്ടതായ പ്രവൃത്തികളിൽ ഇത്തരത്തിൽ ദോഷകരമായ കാര്യങ്ങൾ, തടസ്സങ്ങൾ വന്നു ചേരുന്നതിനോ നിങ്ങൾക്ക് എതിരായി തീരുന്നതിനോ അത് കാരണമായി തീരാം. എന്നാൽ മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഈ കാര്യം ശുഭകരമാണ്. അവർക്ക് ഇപ്രകാരം കാക്ക കാഷ്ടിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാകും എന്നാണ് പറയുക. അതിനാൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദൃശ്യമാകാം. എന്നാൽ മുൻപ് പരാമർശിച്ചതായ നക്ഷത്രക്കാരാണ് എങ്കിൽ അവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.